ഏതൊക്കെ രീതിയിലാണ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്? നമുക്ക് ലൈവ് ട്രെയിനിങ് ഉണ്ട്, അത് വീക്കിലിയാണ് നമ്മൾ ചെയ്യാറുള്ളത്. അതൊരു ലിമിറ്റഡ് ടോപ്പിക്കിൽ വരുന്ന, പക്ഷേ എന്താ പറയുക, ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വ്യക്തി, അല്ലെങ്കിൽ അവരുടെ ഒരു കരിയറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ മൈക്രോസോഫ്റ്റ് എക്സൽ അറിയാത്തത് കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്നൊന്ന് അത് ഓവർകം ചെയ്തിട്ട് മൈക്രോസോഫ്റ്റ് എക്സൽ അറിയില്ല എന്നുള്ള പൊസിഷനിൽ നിന്ന് മാറിയിട്ട് അത്യാവശ്യം മൈക്രോസോഫ്റ്റ് എക്സൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ലൈവ് ട്രെയിനിങ്, അത് നമ്മൾ വീക്കിലി 2 ദിവസം 3-6 മണിക്കൂറായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനുമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ 0 ലെവൽ ടു ഒരു പക്ക ഒരു പ്രൊഫഷണലായിട്ട് മാറണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽഡ് കോഴ്സുണ്ട്. അത് നമുക്ക് റെക്കോർഡഡ് കോഴ്സ് ലേണിംഗ് മാനേജ്മെൻറ്റ് പ്ലാറ്റ്ഫോമിൽ നമുക്ക് അവൈലബിൾ ആണ്, LMS പ്ലാറ്റ്ഫോമിൽ. ഓക്കെ, സോ ഓൺലൈൻ ട്രെയിനിങ് ലൈവായിട്ടുണ്ട്, പിന്നെ റെക്കോർഡ് കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റൈറ്റ്. ഇതല്ലാതെ ഓഫ്ലൈനായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഓഫ്ലൈനായിട്ട് നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കുന്നില്ല. പിന്നെ നമ്മൾ ചെയ്യുന്നത് B2B ആണ്, അതായത് മറ്റ് ബിസിനസ് സ്ഥാപനങ്ങൾക്ക് അവരുടെ എംപ്ലോയീസിനെ അപ്സ്കിൽ ചെയ്യാൻ വേണ്ടി അവർ നമ്മൾ സമീപിക്കാറുണ്ട്. സോ നമുക്ക് സ്ഥിരമായിട്ടുള്ള ക്ലയൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ സ്ഥാപനങ്ങളിൽ പോയിട്ടോ അല്ലെങ്കിൽ അവരെ അറേഞ്ച് ചെയ്യുന്ന ട്രെയിനിങ് എൻവയറമെൻറ്റ് എവിടെയാണോ അവിടെ നമ്മൾ പോയിട്ട് അവരുടെ സ്റ്റാഫിന് വേണ്ട രീതിയിലുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടും അതല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ട്രെയിനിങ് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അത് നമ്മൾ നേരിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്.